ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. കൊടൈക്കനാൽക്കാണ് പോണത്. പിന്നെ നമ്മളൊരു പാക്കേജിനാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കോഴിക്കോട് നിന്നുള്ള ഈ ഒരു പാക്കേജിലാണ് പോകുന്നത്. അവർ കൊണ്ടോട്ടി വഴിയാണ് പോകുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കൊണ്ടോട്ടി നിൽക്കാമെന്ന് വിചാരിച്ചു. ഒരു 9:30 ആകുമ്പോൾ കൊണ്ടോട്ടി എത്തുന്നതാണ് കേട്ടോ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് നമ്മളൊരു 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ അവർ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പിൽ തൃശ്ശൂർ, കണ്ണൂർ, അതുപോലെ കാസർഗോഡ്, വയനാട് നിന്നൊക്കെ വരുന്ന ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട് നിന്ന് വരുന്നവർക്ക് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ചുരത്തിൽ. അതുകൊണ്ട് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവർ എത്താൻ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഒരു 10-10:30 ആയപ്പം നമ്മൾ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി. നമുക്ക് ബാക്കിലാണ് കേട്ടോ സീറ്റ് കിട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മളിങ്ങനെ കയറുമ്പം അവർ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അങ്ങനെ ബാക്കിലേക്കാണ് സ്പേസ് ഉള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മാറിയിരിക്കുകയൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സ്വയം പരിചയപ്പെടുത്തലും അതുപോലെ പാട്ടും കുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. അത് അപ്പോഴത്തെ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏകദേശം 12:30-1 മണിക്കായപ്പോൾ എല്ലാവരും ഉറങ്ങി. പിന്നെ രാവിലെ ആയി. നമ്മൾ രാവിലെ ആയ സമയത്ത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ നമുക്ക് അവിടെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുത്ത് തന്നിട്ട് അവർ നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫാമിലി ഈ ഒരു റൂമിൽ കയറി. മറ്റുള്ളവരൊക്കെ സിംഗിൾ അങ്ങനെ വന്നതാണ്. അവർ അപ്പോൾ ലേഡീസ് ഓൺലി ആയിട്ടും അങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു റൂമിൽ. നല്ല അടിപൊളി റൂമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമുക്കൊരു മണിക്കൂറാണ് തന്നിട്ടുള്ളത് ഫ്രഷ് ആവാനും അതുപോലെ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട്. നമ്മൾ വേഗം ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരുപാട് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. റൂം കുറച്ചും കൂടി നല്ല സ്പേസ് ഒക്കെ കൂട്ടിയിട്ട് അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഫുഡ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളി ഫുഡാണ്. നമ്മൾ അത്യാവശ്യം കഴിക്കുന്നവർക്ക് നന്നായി കഴിക്കാൻ തന്നെ ഉള്ള ഫുഡുണ്ട്. ബ്രെഡ് ജാം ഉണ്ട്, അതുപോലെ തന്നെ അപ്പം, ഇടിയപ്പം, നൂൽപുട്ട്, പിന്നെ നമ്മളെ നൂഡിൽസ്, പൂരി, അങ്ങനെ വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കണ്ടപ്പോൾ നമുക്ക് സത്യത്തിൽ അങ്ങനെ എല്ലാം കൂടിയും കണ്ട് വയറ് നിറഞ്ഞൊരവസ്ഥ ആയിട്ടോ. അങ്ങനെ ഏകദേശം കഴിച്ചൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഈ ഒരു നമ്മൾ വന്ന ബസ്സിലല്ല കേട്ടോ പോകുന്നത്, ഇവിടുന്ന് നമ്മൾ വേറെ ട്രാവലറിലാണ് കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കാണാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വലിയ ബസ് ആ ഒരു റൂട്ടിലൂടെ പോകില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ 2 ട്രാവലറിലായിട്ട് നമ്മൾ യാത്ര തിരിച്ചു കേട്ടോ. അതായത് 25 ആളും വെച്ചിട്ട് അങ്ങനെ 2 ട്രാവലറിൽ ആണ് നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ വിചാരിച്ചു സൂയിസൈഡ് പോയിന്റിലേക്ക് പോകാമെന്ന്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയും അതുപോലെ തന്നെ നമ്മൾ വെക്കേഷൻ സീസണും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പം നമ്മൾ അവിടേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഇപ്പൊന്നും നമുക്ക് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കാണാൻ പോകാൻ പറ്റില്ല. ഈ ഒരു ഗ്രൗണ്ടാണ് നമ്മൾ ഏഷ്യയിൽ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ ഗ്രൗണ്ട് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു പില്ലർ റോക്കിലേക്ക് പോകാമെന്ന്. അങ്ങനെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒന്നാമത് സീസണിൻ്റെ ഒരു ടൈമാണ്, മാത്രമല്ല ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ടാണ്. ആദ്യം ഈ ഒരു സ്പേസിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ പില്ലർ റോക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിൽ നല്ല കടകളുണ്ട് കേട്ടോ. ടോയ്സിൻ്റെയും അതുപോലെ ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ വെറൈറ്റി ഷോപ്പുകളുണ്ട്. നമ്മൾ അവിടെ നിന്ന് വേഗം പോയിട്ടോ. കല്ലെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അത് പോരാൻ കഴിയൂല. അപ്പം നമ്മൾ എന്ത് ചെയ്ത് വേഗം ആ ഒരു ഏരിയയിൽ നിന്ന് വേഗം പെട്ടെന്ന് പോയിട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഭയങ്കര, നമ്മൾ അവിടേക്ക് ഇറക്കുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ കോട മൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷേ അത്രയും ആളുകൾ അവിടെ തിങ്ങി നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കഴിയുന്ന രീതിയിൽ പരമാവധി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു പാക്കേജിൽ വന്ന് എല്ലാവരും വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും നമ്മൾ അങ്ങനെ അവിടെ നിന്നും ഓരോ എൻ്റർടൈൻമെൻറ്റ് കളികളും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാക്സിമം നമ്മൾ എല്ലാ സ്ഥലത്തുനിന്നും അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മക്കളും അവിടെ അങ്ങനെ നടക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. കോട ഇങ്ങനെ മൂടി ഇങ്ങനെ വരുന്ന ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് രസമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുകൾക്ക് കയറിയിട്ട് അവിടെ നിന്ന് നമ്മളെ ഷോപ്പിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് ചോളാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിച്ചു കേട്ടോ. പിന്നെ കുറച്ച് വേറെ സ്നാക്സ് പോലത്തെ ഐറ്റംസൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ബസ്സിൽ കയറി 2ാമത് യാത്ര തിരിച്ചു. നേരെ നമ്മൾ പോകുന്നത് നമ്മൾ ഗുണ കേവിലേക്കാണ് കേട്ടോ. അതായത് ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമാണ് അത്യാവശ്യം ഇവിടെ ഭയങ്കര തിരക്ക് വരാൻ കാരണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ ചെറിയ ബോട്ടിൽ വെള്ളം കിട്ടൂല, 5 ലിറ്റർ മാക്സിമം ആ ഒരു ഇത് വാങ്ങിക്കണം. അങ്ങനെ നമ്മളത് വാങ്ങിച്ചു. വെള്ളം കുടിച്ച് കുറച്ച് സോഡയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് മുകൾക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മൾ കുട്ടികളെ എടുത്തിട്ട് നടക്കുമ്പോൾ നമുക്ക് അത്രയും
ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അവരെ എടുത്ത് നടക്കുമ്പോൾ അത്രയ്ക്ക് നമുക്കൊരു എനർജി കിട്ടിയെന്ന് വരില്ല. അങ്ങനെ നല്ലൊരു സ്ഥലം കേട്ടോ. നമുക്ക് കാണാൻ ഭയങ്കര, അതുപോലെ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി. അവിടെ നേരെ നമ്മൾ ആ ഒരു സ്പേസിലേക്ക് എത്തിയിട്ട് നമ്മളെ ആ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു അവിടെ ആ കുഴി അവിടെ വീണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് എത്തി. പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ. ഇതിന് ലാസ്റ്റിലാണ് കമ്പിയിട്ട് അവിടെയാണ് നമുക്ക് പോയാൽ നല്ലൊരു വ്യൂ കിട്ടും. നമ്മൾ കോട ഇങ്ങനെ വരുന്ന ആ ഒരു വ്യൂ കിട്ടും കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കാണാം അതിൽ എത്രമാത്രം തിരക്കുണ്ട് എന്നുള്ളത്. അവരെ കുറേ ആളുകൾ അങ്ങനെ കുട്ടേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതൊക്കെ ചെയ്യണം, റീൽസ് എടുക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കോട നന്നായിട്ട് മൂടാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചു പോവാന്ന്. അങ്ങനെ ഈ ഒരു കോടമൂടൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ അപ്പം ഇതിലൂടെയും നമ്മൾ കുറേ റീൽസൊക്കെ എടുത്തിട്ടോ ഈ ഒരു ഏരിയയിൽ നിന്ന്. അങ്ങനെ ഏതായാലും നമ്മൾ ബസ്സിലെത്തി. നമ്മൾ കുറച്ച് കൊണ്ടുവന്ന സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഈ ഒരു ടീം പാക്കേജിലത്തെ ആളുകൾ ഭയങ്കര നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. ഭയങ്കര നല്ല സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ അവർ ഈ ഒരുപാട് സ്നാക്സൊക്കെ ബസ്സിൽ നിന്നൊക്കെ തരും കേട്ടോ. അത് ഈ മിഠായിയൊക്കെ അവർ വാങ്ങി തന്നതാണ്. ഒരു 4 ചെക്കന്മാരാണ് കേട്ടോ. അവർ ഭയങ്കര ആക്റ്റീവാണ്. ബസ്സിൽ നിന്നായാലും എല്ലാത്തിനും നല്ല ആക്റ്റീവാണ്. അപ്പം നമുക്കിതാ കുറേ ആവശ്യത്തിൽ എത്ര എടുക്കാൻ പറ്റിയ മിഠായികളും കാര്യങ്ങളൊക്കെ അവർ വാങ്ങി തന്നിട്ടോ. ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ പോയിട്ടുള്ളത് പിന്നെ പൈൻ ട്രീ, അതായത് പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടതായതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തതിന് ശേഷം വേഗം കയറിയിട്ടോ. കാരണം അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കണ്ടതുമാണല്ലോ. അപ്പം ഇനി മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വെറുതെ പനിയൊന്നും പിടിപ്പിക്കണ്ട വിചാരിച്ചിട്ട് വേഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വണ്ടിയിലിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് അവർ ഓരോ കളികളൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ അവിടെ ഫോട്ടോ എടുക്കണ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രിൻ്ററും അങ്ങനെ ഓരോ ക്യാമറമാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീണ്ടും നമ്മളെ റൂമിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ നല്ല ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചക്കും അതുപോലെ തന്നെ നല്ല ലാവിഷായിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണും പിന്നെ നമ്മളെ വെജിറ്റബിളിൻ്റെ ഊണായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ, അതുപോലെ ചമ്മന്തി, അച്ചാർ, തൈരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി. നമ്മളിതാ ഈ ഒരു ലൈക്കിലേക്കാണ് കേട്ടോ പോണത്. നമുക്കിവിടെ 2 മണിക്കൂർ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 മണി 4:15 ആയ സമയത്ത് നമ്മൾ അവിടെ എത്തി. ഒരു സ്പേസിൽ അവർ നമ്മളെ ഇറക്കി വിട്ടു. എന്നിട്ട് അവർ പറഞ്ഞു ഇതിന് ചുറ്റും 5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെയാണ് കേട്ടോ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ സൈക്കിൾ എടുത്ത് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരട്ടെ. നമ്മൾ സൈക്കിൾ എടുക്കാഞ്ഞ എന്താണെന്ന് വെച്ചാൽ മക്കളുള്ളതുകൊണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഇവിടുന്ന് ചെറുതായൊരു ചാറ്റൽ മഴ വന്ന്. അപ്പം നമ്മൾ എടുത്തില്ല. മക്കളുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇതിൻ്റെ ഈ ഒരു ചുറ്റും ഷോപ്പുകളുണ്ട്. നമ്മൾ ഈ ഒരു ഇത് നടുവിൽ വന്നിട്ട്, വെള്ളത്തിൻ്റെ നടുവിൽ വന്നിട്ട് ചുറ്റിലും നമുക്ക് റോഡാണ്. ഇതിലൂടെ നമുക്ക് സൈക്കിൾ എടുത്ത് കറങ്ങും. അതുപോലെ തന്നെ അവിടെ ചുറ്റും ഷോപ്പുകളും ഉണ്ട്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായി എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് നിങ്ങൾ വാങ്ങിക്കണം. അതായത് നമ്മൾ കൊടുത്ത ക്യാഷിൽ നിന്ന് തന്നെ അവർ നമുക്ക് അതിൻ്റെ പ്രൈസ് തരും, ക്യാഷ് തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി നമ്മൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇത് നമ്മൾ ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഏരിയയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടുത്തെ ഒരു 6:15 നമ്മളെ ബസ് വന്നു. നമ്മളെല്ലാവരും അവിടേക്ക് എത്തിച്ചേർന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇവിടുന്ന് മടങ്ങുന്നത്. അടിപൊളി ഫുഡായിരുന്നു. അതായത് മന്തി, പൊറോട്ട, ബട്ടർ ചിക്കൻ, ഗീ റൈസ്, അങ്ങനെ അടിപൊളി വെറൈറ്റി ഫുഡാണ്. 3 നേരത്തെ ഫുഡ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഏത് സ്ഥലം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഫുഡ് ഇതിലെന്തായാലും നമുക്ക് മുതലായിട്ടുണ്ട്. ഈ ഒരു റേറ്റിൽ നമുക്ക് ഭയങ്കര വേർത്താണ്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.